വെക്കേഷൻ ടൈമായി. ഈ വെക്കേഷനില് കുട്ടികളുമായിട്ട് പാരന്റ്സിനും ഫാമിലിക്കും ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം വല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഫാന്റസി വേൾഡ് എന്ന് പറയുന്നത്. ഇവിടെ കുറെ പേര് അതിന് കാണുന്നില്ല, കുറെ പേര് ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണ്. ആൻഡ് ഡിസ്നി എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ചെറുപ്പം മുതലേ നമുക്ക് ഇഷ്ടമുള്ളതാണല്ലേ ഡിസ്നി എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്നി വേൾഡ് എന്താണെന്ന് കുട്ടികൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് അമ്യൂസ്മെന്റ് തിങ്സ് ആണ് ഇവിടെ തീർച്ചയായിട്ടും നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ എല്ലാം ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്, ഒരുപാട് ആനിമൽസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തുള്ള നമ്മുടെ ഫാന്റസി വേൾഡ് നമുക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം മണ്ണും സിത്താരയാണ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെയൊക്കെ കുറച്ച് പേരൊന്ന് കൈയടിക്കാവോ പ്ലീസ്? താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോ എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പെരുന്നാളിന്റെ വിഷുവിന്റെ ഒക്കെ സന്തോഷം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ സന്തോഷം ഇത്രയും കൂടെ കൂട്ടാനായിട്ടാണ് ഇവിടെ ഫാന്റസി വേൾഡ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞതുപോലെ ഡിസ്നിയൊക്കെ നമുക്ക് കുട്ടികൾക്കായാലും അതെ നമുക്കായാലും അതെ ചെറുപ്പം മുതലേ ശരിക്കും നേരിട്ട് കണ്ടാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് എപ്പോഴും നമുക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇഷ്ടമാണ്. ചെറിയ മക്കൾക്ക് മാത്രമല്ല എല്ലാവരും ഒരുപോലെ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനും ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഇവിടെ എന്തൊക്കെ വണ്ടേഴ്സ് ആണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് മുഴുവൻ കാണും. നാളെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഡിസ്നിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാ? ഇതിലേതെങ്കിലും ക്യാരക്ടേഴ്സ് ഇഷ്ടമുള്ള പറയാം? സാധാരണ എനിക്ക് തോന്നുന്നു മിക്കീനെയാണ് എല്ലാവർക്കും അല്ലേ? മിക്കീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മിക്കീനെ ഇഷ്ടമെന്ന് പറഞ്ഞു. നേരത്തെ അന്ന് സൂചിപ്പിച്ചതുപോലെ ആക്ച്വലി ഇന്ന് ഈ വണ്ടേഴ്സ് മൊത്തം ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആള് അനുവാണ്. അതിനുശേഷമാണ് നാളെ മുതലാണ് ഞങ്ങൾ എല്ലാവരും ഇത് കാണാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ഒരു എക്സ്പെക്ടേഷൻ? എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഇല്ല, ഞാന് കണ്ടതിന് ശേഷം അതിനെ കുറിച്ച് സംസാരിക്കുക. എന്തായാലും ഒരുപാട് സർപ്രൈസസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് ഇപ്പോഴേ എന്താണെന്ന് ആലോചിച്ചിട്ടില്ല, നേരിട്ട് കാണുമ്പോൾ അറിയാമോ? പിന്നെ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. തിരുവെളുത്തിക്കൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നത്. ബിഫോർ ദാറ്റ് സ്റ്റേജിലുള്ള രണ്ടുപേരെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ബിജു സർ ആൻഡ് നിതാൻ സർ. അപ്പൊ ഈ രണ്ടുപേരുമാണ് തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഈ വെക്കേഷൻ കുട്ടികളെ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഫാന്റസി വേൾഡ് നമുക്ക് സമ്മാനിച്ച രണ്ടുപേരാണ്. അപ്പൊ ബിജു സാറിനെയും നിതാൻ സർ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സോട് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ തിരി തെളിയിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സന്തോഷവും എല്ലാം പ്രതീക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ. ഇന്ന് മുതൽ മെയ് 4 വരെ നീണ്ടു നിൽക്കുന്ന ഫാന്റസി വേൾഡിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ ഓരോരുത്തരും ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തിരി കൊളുത്തിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനുശേഷം അന്ന് ഇവിടെ എല്ലാം വിസിറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ പിന്നീട് നമ്മളെടുത്ത് ഷെയർ ചെയ്യും. അപ്പൊ ഒരുപാട് വെണ്ടേഴ്സ് ഞാൻ നിങ്ങളും കാത്തിരിക്കുക. ഈ വർഷത്തെ ഏറ്റവും അടിപൊളിയായിട്ട് കുട്ടികൾക്കും ഫാമിലിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് തരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഫാന്റസി വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി റിബണിലൂടെ കട്ട് ചെയ്യാം അല്ലേ? റിബണിലൂടെ കട്ട് ചെയ്ത് ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഒരിക്കൽ കൂടെ
വേൾഡ് ഇവിടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് വണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക, കുട്ടികളൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുട്ടികൾക്ക് മാത്രമല്ല ഫാമിലിക്ക്. അപ്പൊ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഇനിയും ഒരുപാട് സർപ്രൈസുകൾ നാളെ മുതൽ ഇനിയുണ്ട്, ബാക്കി ഇനി ഒരുപാട്. ഞാൻ ഒത്തിരി നടക്കാണ്ട് കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പം എല്ലാവരും എന്തായാലും വരിക.